കുറുക്കൻ പഠിച്ച പാഠം. ബാലുക്കരടിക്ക് അന്ന് കുറേയധികം നല്ല തേൻ കിട്ടി. കിട്ടിയ തേനെല്ലാം ഒരു കുടത്തിലാക്കി തന്റെ ഗുഹയിലേക്ക് മടങ്ങുകയായിരുന്നു ബാലുക്കരടി. അപ്പോഴാണ് കൗശലൻ കുറുക്കനെതിരെ വരുന്നത് കണ്ടത്. ബാലുക്കരടിയുടെ കയ്യിലെ തേൻകുടം കണ്ടതും കൗശലൻ കുറുക്കന് തേൻ കുടിക്കാൻ കൊതിയായി. അവൻ ചോദിച്ചു, കരടിച്ചേട്ടാ, കുറച്ച് തേൻ തരുമോ എനിക്ക്? നല്ലവനായ ബാലുക്കരടി ഉടൻ തന്നെ കുറുക്കന് തേൻ കുടിക്കാൻ കൊടുത്തു. കോത്തിയൻ കുറുക്കൻ മതിയാവോളം തേൻ കുടിച്ചു. മറ്റൊരു ദിവസം ബാലുക്കരടി കൗശലൻ കുറുക്കന്റെ ഗുഹയുടെ അരികത്തുകൂടി പോകുമ്പോൾ അകത്തു നിന്നും നല്ല ഞണ്ടിറച്ചിയുടെ മണം കിട്ടി. ബാലുക്കരടി കുറുക്കനോട് തനിക്കും കൂടെ കുറച്ച് ഞണ്ടിറച്ചി തരാമോ എന്ന് ചോദിച്ചു. അതിന് ഇന്ന് എനിക്ക് ഞണ്ടൊന്നും കിട്ടിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യൂ, ചേട്ടൻ നാളെ വരൂ. കൗശലൻ ഒരു നുണ പറഞ്ഞു. പക്ഷേ നല്ല മണമുണ്ടല്ലോ. ബാലുക്കരടി സംശയം പ്രകടിപ്പിച്ചു. ഏയ്, അത് കുറേ നാള് മുൻപ് കിട്ടിയ ഞണ്ടിന്റെ മണമായിരിക്കും, കൗശലൻ പറഞ്ഞു. പക്ഷേ കൗശലന്റെ കള്ളത്തരം ബാലുക്കരടിക്ക് മനസ്സിലായി. അവനൊന്നും പറയാതെ അവിടെ നിന്നും മടങ്ങി. അടുത്ത ദിവസം കൗശലൻ ബാലുക്കരടിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ബാലുക്കരടിയുടെ കയ്യിലെ തേൻകുടം കണ്ടതും കൗശലന് കൊതിയായി. പതിവ് പോലെ അവൻ ബാലുക്കരടിയോട് തേൻ ചോദിച്ചു. ബാലുക്കരടി ഒരു മടിയും കൂടാതെ തേൻകുടം കൗശലന്റെ കയ്യിൽ കൊടുത്തു. കൗശലൻ കുറുക്കൻ കുടത്തിന്റെ മൂടി തുറന്ന് ആർത്തിയോടെ കുടത്തിനുള്ളിലേക്ക് തലയിട്ടു. അയ്യോ! കൗശലൻ കുറുക്കൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് കുടം താഴെയിട്ട് തിരിച്ചോടി. കുടത്തിലുണ്ടായിരുന്ന തേനീച്ചകൾ കുറുക്കന്റെ പിന്നാലെയും പാഞ്ഞു. കള്ള കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ ബാലുക്കരടിക്ക് സന്തോഷമായി.